ഹലോ ഗായ്സ്. സോ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. സോ റംസാനായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മളിതാ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. സോ ഈ വീഡിയോ മെയിനായിട്ട് നമ്മുടെ പോളണ്ടിലുള്ള സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പോളണ്ടിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ളതാണ്. ലൈക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ പരമായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഇൻഷുറൻസ് NFC എന്ന് പറയും. നമ്മുടെ പോളണ്ടിലുള്ള പബ്ലിക് ഇൻഷുറൻസ് ആണ്. എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് എത്രത്തോളം ആളുകൾക്ക് അറിയുന്നത്. ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പം നമ്മൾ എന്തായാലും ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകണം. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇൻഷുറൻസ് ഇല്ലാത്ത എല്ലാ ഫ്രണ്ട്സിനും ഇത് എത്തിക്കുക. പോളണ്ടിലുള്ള വരാനിരിക്കുന്ന ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. സോ എന്ത് തന്നെ ആയാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഈ വീഡിയോയിൽ തന്നെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക. സോ ഓക്കെ, ഇന്ന് നമ്മൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫീസിൽ പോകുന്നത്. അപ്പം അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് അവർ റിക്വയർമെൻറ്റ്സ്, അതുപോലെ എത്ര പേയ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് അവിടെ നോക്കിയിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചാനലിൽ പറയാം. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഏകദേശം നമ്മൾ ട്രാം സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ്റെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് കയറാനുള്ളത്. ഏകദേശം 5 മിനിറ്റ്സിൽ ഇവിടുന്ന് ട്രാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ന് ഭയങ്കര സണ്ണിയാണ്. ലൈക്ക് ഞാൻ കാണിച്ചു തരാം. ഇന്ന് 13 ഡിഗ്രിയാണ്. ഇവിടെ ഓൾമോസ്റ്റ് വിൻ്ററിന്ന് സമ്മറിലേക്കുള്ള ഒരു ചെറിയൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ 13 ഡിഗ്രി വാർസോ. അപ്പോൾ ഭയങ്കര അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ആളുകളൊക്കെ പുറത്തിറങ്ങി സൈക്ലിങ്, റണ്ണിങ്, അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യേണ്ട ഒരു ടൈം ഇങ്ങനെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു 5 മിനിറ്റിൽ നമുക്കിപ്പോൾ ട്രാമുണ്ട്. ഇപ്പോൾ ട്രാം വന്നിട്ട് നമുക്ക് എന്തായാലും ഓഫീസിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അതിനിപ്പോൾ നമ്മൾ ട്രാമിലേക്ക് കയറുകയാണ്. Następny przystanek Metro Pole Mokotowskie. നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താറായി. ജസ്റ്റ് ഒരു 100 മീറ്ററും കൂടി നടക്കാനുള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ടോക്കണൊക്കെ എടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എത്തിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. സോ NFC ഇതൊരു വലിയ ഓഫീസാണ് ഇവിടുത്തെ. സോ NFC. സോ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ വീഡിയോ അലൗഡ് ആണോ എന്ന് അറിയില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. ഓക്കെ, യെസ്, വി ഹാവ് സർവീസ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, സോ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. L13 നോക്കാം. ഇവിടെ ബോർഡുണ്ട്, പിന്നെ ഇവിടെ ഓരോ കൗണ്ടറുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തത് എൻ്റെതാണെന്ന് തോന്നുന്നു. L12 ആയിപ്പോൾ. സോ നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ തിരിച്ചെത്തി, ഓഫീസിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫീസിൽ കുറേ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ക്യാമറ അലൗഡ് അല്ല, ഫോട്ടോഗ്രാഫിയും ക്യാമറ അലൗഡ് അല്ല എന്നുള്ളൊരു ബോർഡ് ഉണ്ട്. പിന്നെ അവരോട് ചോദിച്ചും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു പ്രത്യേകം പെർമിഷനൊക്കെ എടുക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവിടുത്തെ ഉള്ളിലുള്ള കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ആർക്കും
പലപ്പോഴും ഇൻഷുറൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ആർക്കും അറിയില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മേജർ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഇൻഷുറൻസിൻ്റെ ഒരു ഉപയോഗമുള്ളൂ. അല്ലെങ്കിൽ നോർമൽ കഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീവറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലൈക്ക് എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചാൽ നമുക്ക് മാറും. പക്ഷേ നമുക്കൊരു മേജർ സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മൾ ഇൻഷുറൻസ് എടുക്കണം, ഇവിടുത്തെ ഇൻഷുറൻസ് എടുക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ആവും. നാട്ടിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക പേയ്മെൻറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും ഇൻഷുറൻസിനെ കുറിച്ച് ബോധേഡ് അല്ല, അധികം ആൾക്കും അറിയില്ല. ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാനിത് അറിഞ്ഞത്. അപ്പം ഇങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി, ഇൻഷുറൻസ് ഓഫീസിൽ നിന്ന് ഇറങ്ങി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. സോ പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലും എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് ക്ലോസ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ലൈക്ക് ഓൾറെഡി ഇപ്പോൾ എനിക്കൊരു വേറെ ഇൻഷുറൻസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. അത് കട്ടാക്കണമെങ്കിൽ കട്ടാക്കാം, ലൈക്ക് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, പോളണ്ടിലുള്ള സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസും ഇത് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേർക്ക് ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് ഇവിടെ മെയിനായിട്ട് എല്ലാവരും ഇൻഷുറൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നതും നമ്മുടെ TRCക്ക് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ ഇവിടുത്തെ വിസക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ വിസക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരുപാട് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. 100 സ്ലോട്ടി അല്ലെങ്കിൽ 200 സ്ലോട്ടി കൊടുത്താൽ ഐ ഡോണ്ട് നോ 300 സ്ലോട്ടിൻ്റെ ഉള്ളിൽ നമുക്കൊരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്തിന് നമുക്ക് ഇൻഷുറൻസ് കിട്ടും. പക്ഷേ നമുക്ക് ഒരു യൂസും ആ ഇൻഷുറൻസ് കൊണ്ട് ഉണ്ടാവില്ല. ലൈക്ക് മേ ബി 1-2 തവണ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം എന്നതിലുപരി നമുക്ക് ഒരു രീതിയിലുള്ള ഒരു യൂസും അതുകൊണ്ടില്ല. അപ്പം ഞാനിപ്പോൾ NFZ ഇൻഷുറൻസിനെ പരിചയപ്പെടുത്താൻ കാരണം ഇതൊരു പബ്ലിക് ഇൻഷുറൻസ് ആണ്. NFZ അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നൊരു ഇൻഷുറൻസ് ആണ്. അപ്പോൾ ഓക്കെ, ഞാൻ വന്നപ്പോൾ ഇത് NFZ ആണ്. ഇതിൻ്റെ തൊട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ കാണിക്കാറുണ്ട് എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാം ഇങ്ങനെ NFZ എന്ന്, പോളണ്ടിലുള്ളവർക്ക്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻസിനും ഇവിടെയുള്ള സ്റ്റുഡൻസും NFZ അല്ലെങ്കിൽ എന്തും ഒരു ഇൻഷുറൻസും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് കമ്പനി ഇൻഷുറൻസോ ചിലപ്പം KFC വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ McD വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിൽ, അതായത് വൈറ്റ് കോളർ ജോബുള്ളവർക്കൊക്കെ അവിടെ ഇൻഷുറൻസ് ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു മാസം ഒരു 55 സ്ലോട്ടി നമ്മൾ പേ ചെയ്താൽ, കാരണം നമ്മൾ പല രീതിയിൽ നമ്മൾ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലവാക്കുന്നുണ്ട്. നമ്മളെ എക്സ്പെൻസ് നോക്കിയാൽ അറിയാം. അതിലൊരു 55 സ്ലോട്ടി നമ്മൾ മന്ത്ലി സാലറിയിൽ നിന്ന് മാറ്റി വെക്കാൻ നിങ്ങൾ റെഡിയാണോ? മേ ബി ലൈക്ക് ഞാൻ പറയാൻ കാരണം ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലൊരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് 10,000 സ്ലോട്ടി 10,000 സ്ലോട്ടി അവനക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ഇൻഷുറൻസ് എടുത്തിട്ട് അവനക്ക് ക്ലെയിമായി, ലൈക്ക് സർജറിയും കഴിഞ്ഞു. സോ എനിക്കും ഇതുപോലെ ഒരുപാട് ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിട്ട് എനിക്ക് ഈ ഇൻഷുറൻസ് വെച്ച് ഞാനൊരു ഫ്രീ പേയ്മെൻറ്റിൽ എനിക്ക് എല്ലാ ചികിത്സയും കിട്ടിയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ ഇൻഷുറൻസ് വഴി ഒരുപാട് ചികിത്സ കിട്ടിയിട്ടുണ്ട്. സോ ഈ NFZ ഇൻഷുറൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാരണം ഇത് മാക്സിമം ഇൻഷുറൻസ് ഇല്ലാത്ത സ്റ്റുഡൻസിന് എല്ലാവരും ഷെയർ ചെയ്യുക. കാരണം ഇത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളൊരു ഓഫറാണ്. കാരണം വർക്കേഴ്സിന് ഇതേ സെയിം ഇൻഷുറൻസ് ഫാമിലി വിത്ത് കുട്ടികൾക്കൊക്കെ ഉള്ള ഒറ്റ ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്, 700 എബോവ് വരും മന്ത്ലി. ഇത് ആകെ 55 സ്ലോട്ടേ ഉള്ളൂ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഇത് എല്ലാവരിലേക്ക് എത്തിക്കുക. വിസ, അതായത് ഇൻഷുറൻസ് ഇല്ലാത്ത, കാരണം നമുക്കറിയാൻ പറ്റില്ല, നമ്മളൊന്നും ഗ്യാരണ്ടീഡ് അല്ല, ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇപ്പം ആക്സിഡൻറ്റ് സംഭവിക്കണമെന്നല്ല, നമ്മളെ ലൈഫിൽ എന്തും സംഭവിക്കാം. ചിലപ്പോൾ ഒരു നമ്മൾ പോകുന്ന വഴിക്ക് ലൈക്ക് എന്തോ ഒരു അസുഖമൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് മസ്റ്റാണ്. നാട്ടിലെ പോലെ അല്ല ഇവിടെ, കാരണം അത്യാവശ്യം എക്സ്പെൻസീവാണ് മെഡിക്കൽ ഫീൽഡൊക്കെ. അപ്പോൾ
ഞാൻ പിന്നെ പല്ലിന് മാത്രം ഇൻഷുറൻസ് ഇല്ല. അത് ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസും അങ്ങനെ തന്നെയാണ് പല്ലിന് അവർ ക്ലെയിം ചെയ്യില്ല ഡെൻ്റലായിട്ട്. സോ ബാക്കി എല്ലാ മേഖലയിലും നമുക്ക് ഇവർ സർജറി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഡോക്ടറെ കാണിക്കാൻ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഫ്രീ കൺസൾട്ടൻ്റാണ്, ഫീ ഇല്ല. സോ നിങ്ങളെല്ലാവരും എന്താ പറയുക, ഞാനീ പറഞ്ഞ NFC ഇൻഷുറൻസിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അതിലൊരു അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് ഇതിന് വേണ്ട ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൗസ് കോൺട്രാക്റ്റ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID ആൻഡ് സ്റ്റുഡൻറ്റ് കൺഫർമേഷൻ ലെറ്റർ. ഈ 3 കാര്യങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ ഈ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ്, NFC ഇൻഷുറൻസ് കിട്ടും. ബാക്കി ഡീറ്റെയിൽസൊക്കെ അവരവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ബാക്കി എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ത്രൂ തന്നെ ഈ പേയ്മെൻറ്റ് ചെയ്യാം ഓരോ മന്ത്ലി. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് വെച്ച് നിങ്ങൾക്ക് TRCക്ക് അപ്ലൈ ചെയ്യാം. ലൈക്ക് ഞാനതിനൊരു ഉദാഹരണമാണ്. ഞാൻ ഈ ഇൻഷുറൻസ് വെച്ചിട്ടാണ് TRC അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്കും മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ റെഫർ ചെയ്തത്. അപ്പോൾ ഞാൻ അപ്പോഴാണ് ഈ ഇൻഷുറൻസിനെ കുറിച്ചിട്ടേ അറിയുന്നത്. അപ്പോൾ ഒരു ഇൻഷുറൻസും ഇല്ലാത്തവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഇൻഷുറൻസാണ്. കാരണം നിങ്ങൾ വെറുതെ ഒരു 300 സ്ലോട്ടി കൊടുത്തിട്ട് ഒരു കാര്യമില്ലാത്ത ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ നല്ലത്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ലൈക്ക് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം എന്തായാലും അടുത്തൊരു വീഡിയോ, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ എന്തായാലും ഗുഡ് ബൈ.